വാ തുറന്നാൽ വിഷം മാത്രം ചീറ്റുന്ന, വർഗീയ വിഷം മാത്രം ചീറ്റുന്ന ചില ടീച്ചർമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഏത് ടീച്ചറെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ അവസരത്തിൽ ഒറ്റ ചോദ്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പറഞ്ഞ ടീച്ചർ എത്ര വീടുകൾ വയനാട്ടിൽ നിർമ്മിച്ചു നൽകി? വയനാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ട, വയനാട്ടിലെ ഹിന്ദുക്കൾക്കെങ്കിലും ഒരു വീടെങ്കിലും ഇവരെ പോലുള്ളവർ ഇതുവരെ നിർമ്മിച്ചു നൽകിയോ? ഇവരുടെ രാഷ്ട്രീയ രൂപമായ BJPയും എത്ര വീടുണ്ടാക്കി കൊടുത്തു വയനാട്ടിലെ ഈ ദുരിത ബാധിതർക്ക്? മുസ്ലിം ലീഗിനെ തെറി വിളിച്ചു നടക്കുന്ന പ്രമുഖ സമുദായ നേതാവ്, അദ്ദേഹം കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ആളാണല്ലോ. ഒരു വീടെങ്കിലും വയനാട്ടിൽ നിർമ്മിക്കാൻ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തോ? ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തോ? ഇപ്പറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു മേൽക്കൂരെങ്കിലും ഇപ്പറഞ്ഞ ആളുകൾ വെച്ചു കൊടുത്തോ? ഇല്ല, നമ്മൾ എവിടെയും കണ്ടില്ല. കാരണം വാക്കുകൾ കൊണ്ട് സമൂഹത്തെ വിഭജിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഒരു കുടുംബത്തിന് അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് കൊണ്ട് ഒരു വീട് നൽകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് തന്നെയാണ് യഥാർത്ഥ സന്നദ്ധ സേവന പ്രവർത്തനം എന്ന് പറയുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കേരളത്തിന്റെ ഒരിക്കലും മായാത്ത ഒരു മുറിവാണ്. ഒരു ദിവസം കൊണ്ട് ഒരു പ്രദേശത്തിന്റെ ഭൂപടം തന്നെ മാറിപ്പോയ ദിവസം. വീടുകൾ മണ്ണിനടിയിലായി, സ്വപ്നങ്ങൾ കുത്തിയൊലിച്ചു പോയി, കുടുംബങ്ങൾ വേർപിരിഞ്ഞു. ആ ദുരന്തം വെറുമൊരു പ്രകൃതിക്ഷോഭം മാത്രമല്ലായിരുന്നു, അത് മനുഷ്യന്റെ നിസ്സഹായതയെ മുഴുവൻ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ ഒരു നേർചിത്രമായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഭയം അത് നമുക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു, മലനിരകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടവർ പോലും എങ്ങോട്ടാണ് ഇനി ഞാൻ പോകേണ്ടത് എന്ന് പകച്ചു നിന്ന നിമിഷങ്ങളായിരുന്നു അത്. അത്തരമൊരു സാഹചര്യത്തിൽ പല ആളുകളും അകലെ നിന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഈ ദുരന്തത്തെ കുറിച്ച് ആശങ്കപ്പെട്ടു, അതിൽ ദുഃഖം രേഖപ്പെടുത്തി. മറ്റു ചിലർ നേരിട്ട് ദുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങി. അവിടെയാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ പ്രസക്തി. ദുരന്ത വാർത്ത പുറം ലോകം അറിഞ്ഞ അടുത്ത നിമിഷം മുതൽ മുസ്ലിം ലീഗിന്റെ പല ഘടകങ്ങളിലായിട്ടുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തകർ ഉടൻ തന്നെ മുണ്ടക്കൈ ചൂരൽമല ലക്ഷ്യമാക്കി മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും മാത്രമല്ല കേരളത്തിലാകമാനമുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള മുസ്ലിം ലീഗിന്റെ എല്ലാ തട്ടിലുമുള്ള പ്രവർത്തകർ കർമ്മനിരതരായി വയനാട്ടിലേക്ക് കുതിച്ചു. അതിന് അവരെ മഴയും ചെളിയും ഇടിഞ്ഞ മണ്ണൊന്നും അവർക്ക് തടസ്സമായിരുന്നില്ല. സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവർ പലരെയും രക്ഷപ്പെടുത്തി, അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ എത്തിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ, ഇത്തരമൊരു ദുരന്തം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ എത്തുന്ന ഒരു സേവന പ്രവർത്തകന് പൊതുവായിട്ടും വേണ്ടത് ആരോഗ്യമുള്ള ഒരു ശരീരത്തോടൊപ്പം നല്ലൊരു മനസ്സും കൂടി അത്യാവശ്യമാണ്. അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ വൈറ്റ് കാർഡ് പ്രവർത്തകരെ മുന്നോട്ട് നയിച്ചതും. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം ചെളിയിൽ കുതിർന്നു നിന്ന പ്രവർത്തകരെ ഇന്നും വ്യക്തിപരമായി ചിലരെയൊക്കെ ഞാനും ഓർക്കുന്നുണ്ട്. ദുരന്തം നടന്ന ദിവസം രാവിലെ മുതൽ ആംബുലൻസ് സേവനങ്ങളും ഭക്ഷണവുമായി അവർ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീട്ടുകളിലും അഭയം തേടിയവർക്കായി അവര് വസ്ത്രവും മരുന്നും ഭക്ഷണവും സമയാസമയം എത്തിച്ചു. മുസ്ലിം ലീഗ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരിച്ച ആക്ഷൻ സെൽ വഴി ഏകദേശം 1.5 കോടിയോളം രൂപ കളക്ട് ചെയ്ത് ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗ് വിതരണം ചെയ്തു. ഈ 1.5 കോടി എന്ന് പറയുന്നത് വെറും ഒരു കണക്കല്ല, തകർന്നു പോയ ജീവിതങ്ങളെ വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള ഒരു മനുഷ്യ പരിശ്രമമായിരുന്നു. രക്ഷാപ്രവർത്തകരായ പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ സംഘടന പ്രവർത്തകർ എന്നിവർക്ക് പോലും പലപ്പോഴും ഭക്ഷണം എത്തിക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മറന്നില്ല. അത് നേരിട്ട് കണ്ട ഒരാൾ എന്ന നിലയ്ക്ക് തീർച്ചയായും അവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇടയ്ക്ക് സർക്കാർ തലത്തിലുള്ള ചില ഇടപെടലുകൾ മൂലം മുസ്ലിം ലീഗ് വൈറ്റ് കാർഡിന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ചെറിയ രീതിയിൽ മന്ദഗതിയിലായി എന്നത് ഒരു വസ്തുതയാണ്. ആ അവസരത്തിൽ പോലും ആ ഭൂമിക്ക് ചുറ്റും പരിരക്ഷകരായിക്കൊണ്ട് ദുരന്തം അനുഭവിച്ച സഹജീവികൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തകർ അവിടെ സജ്ജമായിരുന്നു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഏറ്റവും ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങളുടെ സംസ്കാരം. ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിച്ചാലും അവന്റെ അന്ത്യയാത്ര മാന്യതയോടെയാവണം എന്നുള്ള ചിന്ത കൊണ്ടുകൂടി ആയിരിക്കണം മുസ്ലിം ലീഗ് ഈ പ്രവർത്തനങ്ങളിൽ വളരെയധികം സജീവമായിരുന്നു. പുത്തുമല പൊതുശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകൾ ഒരു സമൂഹത്തിന്റെ തന്നെ വലിയൊരു വേദനയായി മാറി. ദുരന്തം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വർഷങ്ങൾ പിന്നിട്ടിട്ടും അവിടുത്തെ ഓർമ്മകൾ ഇന്നും ഹൃദയത്തിന് ഭാരം നൽകുന്നതാണ്. ഈ അവസരത്തിലാണ് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് ഇന്നേ ദിവസം വയനാട്ടിൽ വെച്ച് നടന്നത്. ഇതിനെ കേവലം ഒരു രാഷ്ട്രീയ വാർത്തയായിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ ആ ഓരോ വീടും ഓരോ കുടുംബത്തിന്റെയും പുനർജന്മത്തിന്റെ തുടക്കം മാത്രമാണ്. 8 സെന്റ് ഭൂമിയിൽ 1060 സ്ക്വയർ ഫീറ്റ് വീട്,
3 റൂമുകൾ, 2 ബാത്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ. മാത്രമല്ല ആ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും, വീടിന്റെ നിലം മുഴുവൻ അവർ ടൈലിട്ട് അതിമനോഹരമാക്കി. വെള്ള സൗകര്യവും ഗ്യാസ് സൗകര്യവും അവർ ഒരുക്കി കൊടുത്തു. മാത്രമല്ല 2 മാസത്തേക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ പലവ്യഞ്ജന, അരി, എല്ലാ സാധനങ്ങളും അവർ ആ വീട്ടിൽ അവർക്കായി നൽകി. ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ഇടനിലക്കാരൻ സ്വന്തം കുടുംബത്തിന് പണിയുന്നത് പോലെയുള്ള വീടുകളാണ് മുസ്ലിം ലീഗ് ഇന്ന് വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈമാറിയത്. വയനാട്ടിലെ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകൾ കേവലം വീടുകളല്ല, അതൊരു മാന്യതയാണ്, അതൊരു കരുണയാണ്, അത് മനുഷ്യ സ്നേഹത്തിന്റെ കോൺക്രീറ്റ് രൂപങ്ങളാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട, നന്ദി പറയേണ്ട ഒരു ഉജ്ജ്വല പ്രകടനം തന്നെയാണത്. അതുകൊണ്ടാണ് ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള കടുത്ത CPM അനുഭാവികൾ പോലും ഈ പ്രവൃത്തിയെ അങ്ങേയറ്റം പ്രകീർത്തിച്ചതും. ഒരു മനുഷ്യനെ കീർത്തിക്കാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. വാ തുറന്നാൽ വിഷം മാത്രം ചീറ്റുന്ന, വർഗീയ വിഷം മാത്രം ചീറ്റുന്ന ചില ടീച്ചർമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവര് പ്രധാനമായിട്ടും ആളുകൾക്കിടയിൽ വേർതിരിവുണ്ടാക്കാൻ അവർ പറയുന്ന ഒരു പ്രധാന കാരണമാണ് ഹിന്ദു ഉണരണം. ഏത് ടീച്ചറെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ അവസരത്തിൽ ഒറ്റ ചോദ്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പറഞ്ഞ ടീച്ചർ എത്ര വീടുകൾ വയനാട്ടിൽ നിർമ്മിച്ചു നൽകി? വയനാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ട, വയനാട്ടിലെ ഹിന്ദുക്കൾക്കെങ്കിലും ഒരു വീടെങ്കിലും ഇവരെ പോലുള്ളവർ ഇതുവരെ നിർമ്മിച്ചു നൽകിയോ? ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന ഇവരെ പോലുള്ളവരും ഇവരുടെ രാഷ്ട്രീയ രൂപമായ BJPയും എത്ര വീടുണ്ടാക്കി കൊടുത്തു വയനാട്ടിലെ ഈ ദുരിത ബാധിതർക്ക്? മുസ്ലിം ലീഗിനെ തെറിവിളിച്ച് നടക്കുന്ന പ്രമുഖ സമുദായ നേതാവ്, അദ്ദേഹം കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ആളാണല്ലോ. ഒരു വീടെങ്കിലും വയനാട്ടിൽ നിർമ്മിക്കാൻ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തോ? ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തോ? ഇപ്പറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു മേൽക്കൂരെങ്കിലും ഇപ്പറഞ്ഞ ആളുകൾ വെച്ചു കൊടുത്തോ? ഇല്ല, നമ്മൾ എവിടെയും കണ്ടില്ല. കാരണം വാക്കുകൾ കൊണ്ട് സമൂഹത്തെ വിഭജിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഒരു കുടുംബത്തിന് അവർക്ക് ഏറ്റവും സുരക്ഷിതമായിക്കൊണ്ട് ഒരു വീട് നൽകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് തന്നെയാണ് യഥാർത്ഥ സന്നദ്ധ സേവന പ്രവർത്തനം എന്ന് പറയുന്നത്. വയനാട്ടിൽ ഇന്ന് മുസ്ലിം ലീഗ് നൽകിയ വീടുകളിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, തീയന്മാരുണ്ട്, നായന്മാരുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് ആരുടെയും മതം ചോദിച്ചിട്ടല്ല വീട് പണിത് കൊടുത്തത്, ജാതി ചോദിച്ചിട്ടല്ല അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത്, പാർട്ടി ചോദിച്ചിട്ടല്ല അവർക്ക് വേണ്ടി ആഹോരാത്രം പ്രവർത്തിച്ചത്. അവരോടൊക്കെ മുസ്ലിം ലീഗ് ഒരൊറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ: നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള വീട് ഞങ്ങൾ പണിത് തരുമെന്ന്. ആ വാക്ക് അവർക്ക് പാലിക്കാൻ സാധിച്ചു. മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കേരളത്തിലെങ്കിലും. ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുത്ത മുസ്ലിം ലീഗിന്റെ എല്ലാമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു: ഒരു വീട്ടുകാരുടെയും ചിത്രമോ വീഡിയോയോ എടുക്കരുത്. അത് അവർക്ക് അർഹതപ്പെട്ട വീടാണ്. അവരുടെ അഭിമാനത്തെയും സ്വകാര്യതയും ലംഘിക്കരുത്. ഇത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മഹത്വത്തോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മഹത്വവും വിളിച്ചോതുന്ന വാക്കുകളാണ്. ഇത് തന്നെയാണ് രാഷ്ട്രീയം മനുഷ്യനാകുമ്പോഴുള്ള വ്യത്യാസവും. ജനങ്ങളുടെ പണം എടുത്ത് അവർക്ക് തന്നെ പെൻഷൻ കൊടുത്തിട്ട് ആ പാവപ്പെട്ട മനുഷ്യരെ ക്യാമറക്ക് മുന്നിൽ നിർത്തി റീൽ ഉണ്ടാക്കുന്നവർ ഇത് കണ്ടുപിടിക്കണം. ദുരന്തത്തെ തുടർന്ന് കേരളത്തിലെ ജനങ്ങൾ പിരിച്ചുണ്ടാക്കിയ 800 കോടി രൂപ പ്രതിവാസം എന്നത് ഇന്നും പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുകയാണ് പിണറായി സർക്കാർ. അവർ മുസ്ലിം ലീഗിന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് തല കുനിക്കണം. 2 വർഷമായി തീവെട്ടിക്കൊള്ള പോലെ പദ്ധതി നീട്ടി കൊണ്ടുപോയി ദുരന്ത ബാധിതരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ച ഊരാളുങ്കൽ സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങൾക്കും ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഈ പ്രവൃത്തി. ഇത് ഒരു കാര്യമാണ് നമ്മോട് വിളിച്ചു പറയുന്നത്: നമുക്ക് മനസ്സുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ ഒട്ടും പ്രയാസമില്ല എന്ന് തന്നെയാണ്. ഇവിടുത്തെ സർക്കാർ വീട് വെക്കും മുമ്പ് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി, നിങ്ങളൊക്കെ അധിക്ഷേപിക്കുന്ന പോലെ മലപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയാണ് ഈ ഇന്ത്യയിലെ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് പോലും സാധിക്കാത്ത ഒരു കാര്യം ചെയ്തു കാണിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഏറ്റവും മികച്ച ഉദാഹരണമായി കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പണം പിരിച്ചാണ് സർക്കാർ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. അത് ഒരിക്കലും സർക്കാരിന്റെ ഔദാര്യമല്ല, സർക്കാരിന്റെ ബാധ്യതയാണ്. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തം സംവിധാനങ്ങളും ജനങ്ങളുടെ വിശ്വാസവും നേടിയെടുത്തുകൊണ്ട് വീടുകൾ പണിതു. അതേസമയം ഭരിക്കുന്ന സർക്കാർ ഇന്നും ഫയലുകളിലും പ്രഖ്യാപനങ്ങളിലും കുടുങ്ങി അന്തം വിട്ടു നിൽക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിനോട് ചോദിക്കണം: പ്രഖ്യാപനങ്ങൾ എത്ര? പൂർത്തിയായ വീടുകൾ എത്ര? ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ
എത്രയാണ് അദ്ദേഹം പ്രസ് മീറ്റുകൾ നടത്തുന്നത്? അതേസമയം വയനാട്ടിൽ ഈ ദുരന്തം ബാധിച്ച എത്ര കുടുംബങ്ങൾ ഇന്ന് മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ട്? ഇലക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ PR വർക്കുകൾക്കും ഖജനാവിൽ നിന്ന് എത്ര രൂപ ചെലവാക്കി? അതേസമയം വയനാട്ടിൽ ഇന്നും നിരവധി വീടുകൾ പൂർത്തിയാക്കാൻ പോലും സാധിക്കാതെ വഴിമുട്ടി നിൽക്കുന്നു. സർക്കാർ ചെയ്യേണ്ട ജോലി കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മലബാറിലെ മലപ്പുറത്തെ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ ചെയ്തു കാണിക്കുമ്പോൾ അവരെ പ്രശംസിച്ചാൽ മാത്രം പോരാ. അത് തീർച്ചയായിട്ടും ഭരണകൂടത്തിന് നിൽക്കുന്നത് കനത്ത ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ തീർച്ചയായും അഭിനന്ദിക്കേണ്ട ചില ആളുകളുണ്ട്. മുസ്ലിം ലീഗിന്റെ എല്ലാമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, PK ബഷീർ സാഹിബ്, KM ഷാജി സാഹിബ്, അങ്ങനെ അനവധിയായ മുസ്ലിം ലീഗിന്റെ നേതാക്കളും പ്രവർത്തകരും. ഇപ്പറഞ്ഞവരൊക്കെ കേവലം രാഷ്ട്രീയ മുഖമായി കൊണ്ടല്ല അവർ വയനാട്ടുകാർക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ, ഇവരുൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പം നിന്ന കരുതലിന്റെ മുഖങ്ങളായിരുന്നു. അതേസമയം ചിലർ ഇപ്പോഴും ഇതിനെ മതത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന ചില അന്ധത ബാധിച്ച ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നത് നമ്മുടെ ദൗർഭാഗ്യം എന്നല്ലാതെ എന്താണ് പറയുക? അവർക്ക് സഹായം ലഭിച്ച കുടുംബത്തിന്റെ കണ്ണീര് കാണാൻ കഴിയില്ല. സഹായം നൽകിയവന്റെയും സഹായം സ്വീകരിച്ചവന്റെയും പേര് മാത്രമേ അവർ നോക്കുകയുള്ളൂ. അങ്ങനെ യാതൊരു ഉപകാരവും നമ്മുടെ സമൂഹത്തിലും സ്വന്തം സമുദായത്തിനു പോലും ഇവരെ കൊണ്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മുണ്ടക്കയിലും ചൂരൽമലയിലും മനുഷ്യൻ നിലാരംഭനായി കടന്നുപോയത് ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങളിലായിരുന്നു. അത് ഏതെങ്കിലും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ലായിരുന്നു. ദുരന്തം അനുഭവിച്ചതിന് വേണ്ടത് ഒരു വീടാണ്, അതിലൂടെ സുരക്ഷയാണ്, അതിലൂടെ ഒരു കരുതലാണ്. അത് അവർക്ക് നൽകുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ദുരന്തങ്ങളിൽ ചിലർ രാഷ്ട്രീയം മാത്രം നോക്കുമ്പോൾ ദുരന്തം അനുഭവിച്ച മനുഷ്യനെ മറക്കപ്പെടും. എന്നാൽ ദുരന്ത ഭൂമിയിൽ മനുഷ്യനെ ചേർത്ത് പിടിക്കുമ്പോൾ രാഷ്ട്രീയം ചെറുതാകും. ഇന്ന് മുസ്ലിം ലീഗ് നൽകിയ ഈ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. അത് നഷ്ടത്തിന്റെ കഥയാണ്, അതിജീവനത്തിന്റെ തുടക്കമാണ്. ആ കഥയിൽ എവിടെയോ കയറി വന്ന പേരാണ് മുസ്ലിം ലീഗിന്റേത്. അത് ആരൊക്കെ അംഗീകരിച്ചാലും വിമർശിച്ചാലും അത് ആ മണ്ണിലും ആ മനുഷ്യരുടെ ഹൃദയത്തിലും രേഖപ്പെടുത്തിയ ഒരു പേരായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കയ്യടി അർഹിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനമാണ്, അവരുടെ മനുഷ്യത്വത്തിനാണ്. പക്ഷെ മനസ്സിൽ വർഗീയതയും കണ്ണിൽ വിദ്വേഷവും കയറി അന്ധന്മാരായവർക്ക് അതിന് സാധിക്കില്ല. ഒരു ദുരന്തം തന്നെ വേണോ നമ്മൾ മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ? ചരിത്രം എപ്പോഴും അങ്ങനെയാണ്. ആര് സംസാരിച്ചു എന്നല്ല, ആരാണ് തങ്ങൾക്ക് കൈത്താങ്ങായി നിന്നത് എന്നാണ് ചരിത്രം എപ്പോഴും തിരഞ്ഞിട്ടുള്ളത്. ചരിത്രം അത്തരക്കാരെ പാടി പുകഴ്ത്തിയിട്ടുമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് മലപ്പുറത്ത് മാത്രമല്ല, മലബാറിൽ മാത്രമല്ല, കേരളത്തിന്റെ ഹൃദയത്തെയാണ് കീഴടക്കിയത്. മുസ്ലിം ലീഗിന്റെ എല്ലാ പ്രവർത്തകർക്കും, എല്ലാ നേതാക്കന്മാർക്കും, മുസ്ലിം ലീഗിന്റെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാനും രേഖപ്പെടുത്തുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.